ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ശരിയായി ജോഡി ചേർക്കുക. അല്ലെ, ഏറ്റവും മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒരു ഭാഗം തന്നെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. സ്ഥിരം റിട്ടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കും ഉണ്ട് റിട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. എത്ര റിട്ടുണ്ട്? 5 ഉണ്ട് അല്ലെ. എന്താണ് റിട്ടുകൾ? വ്യക്തികളുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കുന്നതിനെതിരെ ഹൈക്കോടതികളും സുപ്രീം കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട്. 5 റിട്ടുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, സെഷ്യൂററി, മാൻഡാമസ്, പ്രൊഹിബിഷൻ ആൻഡ് ക്വോ വാറന്റോ. അല്ലെ, അപ്പൊ നോക്കൂ, വേഗം മാച്ച് ചെയ്തോ. ഹേബിയസ് കോർപ്പസ് എന്താണ് ഹേബിയസ് കോർപ്പസ്? ശരീരം ഹാജരാക്കുകയാണോ? ആണോ? ഹേബിയസ് കോർപ്പസ് എന്താണ്? മാൻഡാമസ് എന്താണ്? വേഗം പറഞ്ഞോളൂ. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക അല്ലെ. സെഷ്യൂററി എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. മാൻഡാമസ് നാം കൽപ്പിക്കുന്നു അല്ലെ. പ്രൊഹിബിഷൻ വിലക്കുക. ക്വോ വാറന്റോ എന്ത് അധികാരം കൊണ്ട്. ഏതാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയുത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ. നോക്കൂ, ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. സെഷ്യൂററി എന്താണ്? സാക്ഷ്യപ്പെടുത്തുക, ടു ഫോർബിഡ് അല്ലെ. മാൻഡാമസ് നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ വിലക്കുക. അതുപോലെ ക്വോ വാറന്റോ എന്ത് അധികാരം കൊണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. റിട്ടുകള് യാതൊരു കാരണവശാലും നിങ്ങൾ പഠിക്കാതെ വിട്ടുപോകരുത്. പഠിക്കാത്തവരുണ്ടെങ്കിൽ വേഗം പഠിച്ചു മനസ്സിലാക്കിക്കോ. മറക്കല്ലേ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? 5 റിട്ടുകൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലെ. സുപ്രീം കോടതികൾക്കും ഹൈക്കോടതികൾക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് കേട്ടോ. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32, ഹൈക്കോടതി 226. മറക്കല്ലേ. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വേഗം കണ്ടെത്തിക്കോളൂ. ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഈ പറയുന്ന DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. DPSP എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അയർലൻഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു സങ്കല്പം കടമെടുത്തിരിക്കുന്നത്. മറക്കാതിരിക്കുക. ഉദാര തത്വങ്ങൾ, സോഷ്യലിസ്റ്റ് തത്വങ്ങൾ, ഗാന്ധിയൻ തത്വങ്ങൾ, ഇങ്ങനെ ഈ 3 തത്വങ്ങൾ പറയാന്നുണ്ടെങ്കിൽ വേറെ എവിടെയും നിങ്ങൾ ആലോചിക്കണ്ട. അത് നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ? അടുത്തത്, അനുച്ഛേദം 33 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ. അനുച്ഛേദം 33 മുതൽ 51 വരെ ശരിയാണോ? തെറ്റ്. അനുച്ഛേദം 36, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, കപൂർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ നിർദ്ദേശക തത്വങ്ങൾ നിലവിൽ വരുന്നത്. ശരിയാണോ? കപൂർ കമ്മിറ്റി എന്താണ്? ഗാന്ധി വധത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മിറ്റിയാണ് കപൂർ കമ്മിറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിർദ്ദേശ തത്വങ്ങൾ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണ്? അത് സപ്രൂ കമ്മിറ്റി ആണ് അല്ലെ. സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ എന്തു വന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യമാണ് ആര്? ആദ്യത്തെ രാജ്യമാണ് അയർലൻഡ്. ശരിയാണോ? അല്ല. ആദ്യത്തെ രാജ്യം ഏതാണ്? സ്പെയിൻ ആണ് ആദ്യത്തെ രാജ്യം. എന്നാൽ നമ്മൾ ഈ ഒരു ആശയം കടമെടുത്തത് എവിടുന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന 1 മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വേഗം വായിച്ചോളൂ. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 43, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്നു. ശരിയാണോ? ശരിയാണ്. ആർട്ടിക്കിൾ 43 അതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ്. ശരിയാണ്. യൂണിഫോം സിവിൽ കോഡ് രാജ്യങ്ങളിൽ നടപ്പിലാക്കണം എന്നതാണ് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് ആദ്യമായി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഗോവ. ശരിയാണോ? ശരിയാണ്. അടുത്തത്, ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം.
ശരിയാണോ? അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാലോ അല്ലെ? അടുത്ത ഭാഗത്തിലോട്ട് നമ്മൾ കടന്നു. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് പ്രവൃത്തി, പവർ, ഊർജം അല്ലെ? ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായത് തിരഞ്ഞെടുക്കുക. വേഗം ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തോളൂ. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പൊ ബലത്തിന്റെയോ? അല്ലെ? തുടക്കം തന്നെ തെറ്റാണ് അല്ലെ? ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. തെറ്റാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ന്യൂട്ടൺ ബലത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ? ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ വസ്തുക്കൾക്ക് സ്ഥാനാന്തരം ഉണ്ടാവുകയുള്ളൂ. ശരിയാണ് അല്ലെ? നമ്മള് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് നിശ്ചലാവസ്ഥയിലുള്ള ഏതൊരു വസ്തുവിനും എന്തുണ്ടാവുക? നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലുള്ള വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നത് ബലം അവിടെ പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. ശരിയാണ്. അടുത്തത്, ഒരു വസ്തുവിൽ ചെയ്യപ്പെട്ട പ്രവൃത്തി വസ്തുവിൽ പ്രയോഗിച്ച ബലത്തെയും വസ്തുവിന്റെ സ്ഥാനാന്തരത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. വളരെ ശരിയാണ്. അടുത്തത്, ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആണോ? ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല. ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് അല്ലേ? ആണോ? ആണ്. അപ്പൊ ഇതിലേതാണ് ശരി ഉത്തരം? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണല്ലേ? ഏതൊക്കെയാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വന്നത്? 2ഉം 3ഉമാണ് ശരി ഉത്തരം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രവൃത്തി 0 വരുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണം തെരഞ്ഞെടുത്തെഴുതുക. അല്ലെ? അതായത് പ്രവൃത്തി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സന്ദർഭം ഇതിൽ ഏതാണെന്ന് മാത്രം തിരഞ്ഞെടുക്കുക. ഏതാണ്? ദൃഢമായ ഒരു മതിൽ തള്ളിയാൽ മതിലിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി എത്രയായിരിക്കും? പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി 0 ആയിരിക്കും. ഇനി തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട്? പ്രവൃത്തിക്ക് ഒരു വാല്യൂ ഉണ്ട് അല്ലെ? തറയിലിരിക്കുന്ന വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി. ഇതിലേതാണ്? അതായത് ഏത് സന്ദർഭത്തിലാണ് ഇവിടെ 0 പ്രവൃത്തി വരുന്നത്? ഒന്നാമത്തെ സന്ദർഭത്തിലാണ് അല്ലെ? ദൃഢമായ ഒരു മതിലിലെ തള്ളിയാൽ മതിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി 0 ആയിരിക്കും. 1 മാത്രമാണ് ഇവിടെ ശരി അല്ലെ? അപ്പൊ ഏതാണ് നമ്മുടെ ഓപ്ഷൻ 1 ആണ് അല്ലെ? നമ്മുടെ ഓപ്ഷനില് ഓപ്ഷൻ എ മാത്രമാണ് എന്ത്? ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഊർജത്തെ സംബന്ധിച്ച തെറ്റായ വസ്തുത വിലയിരുത്തുക. അല്ലെ? ഊർജവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന വേഗം കണ്ടെത്തിക്കോളൂ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അത് തെറ്റുണ്ടോ? തെറ്റില്ല അല്ലെ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഊർജം. ഊർജത്തിന്റെ യൂണിറ്റ് ആണ് എർഗ്. ശരിയാണോ? ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? അത് ജൂൾ ആണ്. എർഗ് അല്ല, ജൂൾ ആണ് ഊർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജമാണ്. ശരിയല്ലേ? ശരിയാണ്. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജം സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. ശരിയാണ് അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായ വസ്തുത? 2 മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വെൽ ഡൺ. അടുത്ത ചോദ്യം, ഗതികോർജത്തെ സംബന്ധിച്ച ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. അല്ലെ? കഴിഞ്ഞൊരു എക്സാമിന് ഒരു ഗതികോർജത്തിന്റെ ഇതും അതേപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗതികോർജത്തിന്റെ ഭാഗങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോണേ. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഗതികോർജത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ നോക്കിക്കോളൂ. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം.
ശരിയാണോ? ഒരു വസ്തുവിനെ അതിന്റെ സ്ഥാനം കൊണ്ടാണോ ചലനം കൊണ്ടാണോ? അതിന്റെ ചലനം അല്ലെ? അപ്പൊ സ്ഥാനമല്ല, എന്താണ്? ചലനമാണ്. വസ്തുവിന്റെ പിണ്ഡവും വേഗതയും കൂടുമ്പോൾ ഗതികോർജം കുറയുന്നു. ശരിയാണോ? എന്താണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്? ഒരു വസ്തുവിന്റെ പിണ്ഡവും വേഗതയും കൂടുമ്പോൾ ഗതികോർജം കുറയാണോ കൂടുകയാണോ? കുറയില്ല, അത് കൂടുന്നു. എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്യുമ്പോൾ ഗതികോർജവും എന്താകുന്നു? അതും ഇരട്ടിയാകുന്നു. ശരി. ഗതികോർജവും ആക്കവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഇതിൽ ശരിയായ വസ്തുതകൾ 3ഉം 4ഉമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഊർജ പരിവർത്തനം, അതായത് ഓരോ വൈദ്യുത ഉപകരണങ്ങളിൽ നമുക്ക് തന്നിട്ട് അതിലെ ഊർജ പരിവർത്തനം ചോദിക്കും. ശരിയായവ തിരഞ്ഞെടുത്തോളൂ. ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണല്ലോ മൈക്രോഫോൺ. ശരിയാണ്. വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് അയൺ ബോക്സ്. ശരിയാണ് അല്ലെ? വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നതാണോ ഡൈനാമോ? ശരിയാണോ? തെറ്റാണ് അല്ലെ? അതായത് യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നതാണ് എന്ത്? ഡൈനാമോ. അപ്പൊ ഇതിൽ ശരിയായ ജോഡി ഏത് മാത്രമാണ്? 1ഉം 2ഉം മാത്രമാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം. ഡൈനാമോ തിരിച്ചിടണം. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തോലകങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നത്? രോധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയാണോ? രോധം അതാണോ? ആണോ? തെറ്റാണ് അല്ലെ? ആദ്യത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അടുത്തത് നോക്കൂ. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം. അതാണ് ശരി. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം. അതും ശരിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? 2ഉം 3ഉമാണ് ശരി ഉത്തരം അല്ലെ? നമുക്കറിയാം ഈ ലഘു യന്ത്രങ്ങളിലൊക്കെ പ്രവൃത്തി കൂടുതൽ എളുപ്പമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിക്കുന്നത് കൊണ്ട് ആണ് അല്ലെ? അപ്പൊ ധാരം, രോധം, അതുപോലെ തന്നെ യത്നം, ഈ 3 പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടത്. ഉത്തോലകം എന്ന് പറയുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആ ഭാഗങ്ങൾ കൂടി നിങ്ങൾ കവർ ചെയ്ത് പോണ്ടി വരും. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ 2ാം വർഗ ഉത്തോലത്തിന് ഉദാഹരണം എഴുതുക. 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഇതിൽ ഏതാണ്? കത്രിക, സിസോ, ത്രാസ്, ഞാരങ്ങാഞ്ഞെക്കി, ബോട്ടിൽ ഓപ്പണർ, അതുപോലെ തന്നെ പാക്കുപെട്ടി, ചൂണ്ട, ഐസ്ട്രോങ്സ്. ഏതാണ് ഇതില് 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്? ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? വേഗം പറയൂ. ആൻസർ കിട്ടിയവർക്കെങ്കിലും. ഓപ്ഷൻ ബി ആണല്ലേ. 3 മാത്രമാണ്. ബോട്ടിൽ ഓപ്പണറും പാക്കുപെട്ടിയുമാണ് 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ശ്രീജ, ഏഞ്ചലും ശരണ്യം ശരി ഉത്തരം പറഞ്ഞു അല്ലെ? 1ാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണ്? രോധം യത്നത്തിനും ഇടയിൽ ധാരം, രോധത്തിനും യത്നത്തിനും ഇടയിൽ ധാരം വരുന്നതാണ് 1ാം വർഗ ഉത്തോലകം. അതായത് ത്രാസ്, കപ്പി, ഇതൊക്കെ, സിസോ പ്ലെയർ, നെയിൽ പുള്ളർ, ഇതെല്ലാം യത്നത്തിനും ധാരത്തിനും ഇടയിൽ രോധം വരുന്നതാണ് 2ാം വർഗ ഉത്തോലകം. അതാണ് ഞാരങ്ങാഞ്ഞെക്കിയും അതുപോലെ തന്നെ ബോട്ടിൽ ഓപ്പണറും പാക്കുപെട്ടിയും വീൽ ബാരോയും ഒക്കെ കേട്ടോ. ധാരത്തിനും രോധത്തിനും ഇടയിൽ യത്നം വരുന്നതാണ് 3ാം വർഗ ഉത്തോലകം. അതാണ് ചവണ, ചൂണ്ട, ഐസ്ട്രോങ്സ്. അപ്പൊ ഇതെന്താണ്? ഈ 4ാമത്തെ ഓപ്ഷൻ ചൂണ്ടയും ഐസ്ട്രോങ്സും ഒക്കെ 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് തെറ്റായവ തിരഞ്ഞെടുക്കുക അല്ലെ? തെറ്റായവ തിരഞ്ഞെടുക്കുക. ഏതാണ്? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. ശരിയാണോ? ശരിയാണ്.
പവറിന്റെ യൂണിറ്റ് ആണ് NM. ശരിയാണോ? പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. NM അല്ല, വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. അടുത്തത് കുതിരശക്തി 746 വാട്ട് ആണ്. അത് ശരിയാണ്. 2 മാത്രമാണ് ഇതിൽ തെറ്റായ വസ്തുത. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം നമ്മുടെ അടുത്ത ഭാഗമാണ്. അതായത് മലയാളത്തിലോട്ട് നമ്മൾ കടന്നു. ശരിയല്ലാത്ത പ്രയോഗം ഏതാണ്? വാക്യശുദ്ധിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ച് പ്രസ്താവനകൾ വായിക്കുക. മറ്റു ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. വർഷം തോറും ഇടവപ്പാതിക്ക് മഴ പെയ്യുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയുന്നത്. വർഷം തോറും വേനൽ അവധിക്ക് 2 മാസം സ്കൂൾ അടയ്ക്കുന്നു. ഏതാണ് ഇതിലെ ശരിയല്ലാത്ത പ്രയോഗം? ഏതാണ്? അല്ലെ, അതായത് ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. അതായത് മറ്റു ഗത്യന്തരം ഒന്നുമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതായത് ഇവിടെ ഗത്യന്തരം ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? വേറെ ഒരു വഴിയും ഇല്ല, മറ്റൊരു വഴിയും ഇല്ല എന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ വീണ്ടും അവിടെ ഒരു മറ്റു ഗത്യന്തരം ഇല്ലാതെ എന്നൊരു വാക്കിന്റെ ആ ഒരു പദത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഗത്യന്തരം ഇല്ലാണ്ട് അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇനഫ്, അത് മതി ആകും. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ വാക്യം. അടുത്തത് നോക്കൂ. അന്തരിച്ച നേതാവിന് പ്രണാമം അർപ്പിച്ചു എന്നാണ്. സോറി, ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിട്ടാ. പ്രമാണം അർപ്പിച്ചു എന്നായി പോയേ, ക്ഷമിക്കണേ. അന്തരിച്ച നേതാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? ഏതാണ് ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം? തെറ്റിന്റെ ആവശ്യമില്ല അല്ലെ. ഓക്കെ, സോറി. അപ്പൊ ഏതാണ് ഇതിൽ ശരിയായിട്ട്, ഏതാണ് തെറ്റായ പ്രയോഗം അല്ലെ? ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ് തെറ്റ്. ഓക്കെ അല്ലേ? അടുത്തത്, മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പദം ഏതാണ്? മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഇതിൽ തെറ്റായ പദം ഏതാണ്? പ്രയോഗം ഏതാണ്? ഏതാണ് ഇതിൽ തെറ്റായ പ്രയോഗമായിട്ട് വരുന്നത്? കാഴ്ചകളാണോ, അവനാണോ, മനോഹരങ്ങളായ ആണോ, അതോ അവിടെ കണ്ടുവാണോ? ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന അല്ലെ. അതായത് മനോഹരങ്ങളായ കാഴ്ചകൾ അവിടെ കണ്ടു. ഇതാണ് ഇവിടെ തെറ്റായ ആവശ്യമില്ലാത്ത വാക്യം. അടുത്തത്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദവമായ സ്വാഗതം. ഇതിലേതാണ് ശരി? ഇതിൽ എവിടെയാണ് തെറ്റ്? ഈ പ്രയോഗത്തിൽ എവിടെയാണ് തെറ്റ്? എവിടെയാണ് തെറ്റ്? ക്ഷണം, സ്വാഗതം, നമ്മുടെ, ഹാർദവം. ഇവിടെ ഏതാണ് തെറ്റായത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റ് അല്ലെ. അതായത് ഹാർദവം എന്നൊരിക്കലും പറയേണ്ട കാര്യമില്ല. ഹാർദം ഇനഫ് അല്ലെ. ഹാർദം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ചോദ്യം, അറിവിന്റെ കാര്യത്തിൽ അവർക്കിടയിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം എന്താണ്? അറിവിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. എന്താണ്? ഇതിലേതാണ് തെറ്റ്? ഓപ്ഷൻ ബി തന്നെയാണ് തെറ്റ് അല്ലെ. അജഗജാന്തരം അല്ലെ. അറിവിന്റെ കാര്യത്തിൽ അജഗജാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അന്തരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അവിടെ വലിയൊരു വ്യത്യാസമാണ് അല്ലെ. അപ്പൊ അതിന് ശേഷം വ്യത്യാസമുണ്ട് എന്ന് പറയണ്ട. അപ്പൊ അജഗജാന്തരം എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ ആവശ്യമില്ല. അറിവിന്റെ കാര്യത്തിൽ അവർക്കിടയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. ഓക്കെ അല്ലേ? താങ്ക് യു.